DIY ഫേസ് പാക്ക് പറഞ്ഞുതരാം. ഇത് വന്ന് ബേസിക് ഇൻഗ്രീഡിയൻസ് ലൈക്ക് മുൾത്താനി മെറ്റി ഉള്ളവരുടെ അടുത്ത് മുൾത്താനി മെറ്റി എടുക്കുക ഒരു 2 സ്പൂൺ. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മൊറോക്കൻ ക്ലേ പൗഡറാണ്. അതിവിടെ UAE എല്ലാം കോസ്മെറ്റിക് ഷോപ്സിലൊക്കെ വാങ്ങാൻ കിട്ടും, ബ്യൂട്ടി പ്രോഡക്ട്സുള്ള ഷോപ്സിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതും ഇല്ലെങ്കിൽ കയോലിൻ ക്ലേ പൗഡർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് നമുക്ക് ആമസോണിലൊക്കെ വന്നിട്ട് കിട്ടുന്നതാണ്. അത് വന്നിട്ട് ബ്യൂട്ടി, അതായത് സ്കിൻ കെയർ പ്രോഡക്ട്സിലൊക്കെ ബേസ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് വന്ന് നമ്മുടെ ഫേസിലുള്ള എക്സസ് ഓയിൽ ഒബ്സർവ് ചെയ്യാനും പിന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. പിമ്പിൾസ് ഉള്ളവർക്ക് ഈ കയോലിൻ ക്ലേ പൗഡർ നല്ല ഒരു മാറ്റം കൊണ്ടുവരും, ലൈക്ക് നമ്മുടെ ഫേസിലെ പിമ്പിൾസൊക്കെ മാറാനും സഹായിക്കും. ഓക്കെ, അതിൻ്റെ കൂടെ വന്നിട്ട് റോസ് പെറ്റൽസ് പൊടിച്ച പൗഡർ, അതും ഞാൻ വാങ്ങിയതാണ്. നമുക്ക് വീട്ടിൽ തന്നെ റോസസ് വാങ്ങുന്നവരാണെങ്കിൽ ആ റോസിൻ്റെ പെറ്റൽസ് കളയാതെ അത് വന്ന് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് വെച്ചാൽ ഒരു 2 months എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് വെച്ചാൽ ഒരു 2 months ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ കൂടെ ഈ റോസ് പെറ്റൽ പൗഡർ ഒരു സ്പൂൺ എടുക്കുക. ഏതർ നിങ്ങളുടെ അടുത്ത് മുൾത്താനി മെറ്റി ഉണ്ടെങ്കിൽ മുൾത്താനി മെറ്റി, അല്ലെങ്കിൽ കയോലിൻ പൗഡർ, ഇത് രണ്ടും മിക്സ് ചെയ്യുക. കേർഡ് ഒരു സ്പൂൺ എടുത്തിട്ട് കേർഡിലൂടെ മിക്സ് ചെയ്യാതെ. കേർഡിൻ്റെ ബെനിഫിറ്റ്സ് അറിയാമല്ലോ, നമുക്ക് ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റും, ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റും. എക്സ്ഫോലിയേറ്ററാണ്, സ്കിന്ന് നല്ല ബ്രൈറ്റൻ ചെയ്യും. സോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അത് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫേസ് നല്ല ക്ലെൻസ് ചെയ്തിട്ട് ഇതൊരു അപ്ലൈ ചെയ്ത് ഒരു 15 minutes ഡ്രൈ ആക്കാൻ വിടാം. സോ ആഫ്റ്റർ 15 minutes എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെറുതായിട്ട് വെള്ളം കയ്യിൽ ഇതാക്കിയിട്ട് പാറ്റ് ചെയ്തിട്ട് മൈൽഡായിട്ട് സ്ക്രബ് ചെയ്യുക. ആ നോസിൻ്റെ ആ ഭാഗവും ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ സ്റ്റീമും ചെയ്യാം. നമുക്ക് സ്റ്റീം ചെയ്ത് സ്ക്രബ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ സ്ക്രബ് ചെയ്ത് ഏതർ നമ്മൾ വൈപ്പ് ചെയ്യാം. 15 minutes കഴിഞ്ഞ് സ്പോഞ്ചോ കോട്ടൺ ക്ലോത്തോ ആഫ്റ്റർ ഇത് റിമൂവ് ചെയ്തതിന് ശേഷം റെഗുലർ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഓക്കെ, ഇത് വന്നിട്ട് വീക്ക്ലി നമുക്ക് ട്വൈസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. നമുക്ക് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് കുറയാനും പിന്നെ സ്കിന്നൊരു ബ്രൈറ്റൻ ആവാനും ഇത് സഹായിക്കും.